നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തന സമയങ്ങളിൽ ഒരു കാര്യം ശിഷ്യന്മാരോട് പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം എടുക്കാം, അതിൻ്റെ 17-ാം അധ്യായം വരുമ്പോൾ അതിൻ്റെ 24 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങളെ ചിന്തിപ്പിക്കാൻ, അതായത് അല്പസമയം ദൈവനാമത്തിൽ അഭയപ്പെടുക, ശരണപ്പെടുക. അതിൻ്റെ 24 മുതൽ നിങ്ങൾ വായിച്ചാൽ സമയം കൂടുതലാവുകയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ അതങ്ങ് വായിക്കാം. നിങ്ങളുടെ പുസ്തകം ഉണ്ടെങ്കിൽ ഇനി വേറൊരു ഭാഗത്തേക്ക് അധികമായി പോകാത്തത് കൊണ്ട് നിങ്ങൾ ആ ഭാഗം എടുത്ത് ശ്രദ്ധിക്കുക. അതിൻ്റെ ബൈബിൾ എല്ലാവരുടെ കയ്യിലും ഇല്ലെങ്കിൽ ഞാൻ മുമ്പൊക്കെ ഓരോന്നൊക്കെ കൊടുത്തിരുന്നു, ഇനിയിപ്പോൾ കൊടുക്കാനുമില്ല. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇവിടെ 2 ബൈബിൾ ഞാൻ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. അതിപ്പോൾ പ്ലസ്സിന് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. ഈ മുക്കിൽ 2 ബൈബിളിരിക്കില്ല, സാറിനും അറിയാവുന്നുള്ളൂ. എന്തായാലും പോട്ടെ. അപ്പോൾ അവിടെ അത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർ കപർന്നഹൂമിൽ എത്തിയാറ് ദിദ്രഹ്മ പണം വാങ്ങുന്നവർ പത്രോസിൻ്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു ദിദ്രഹ്മ പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ്വ് എന്ന് അവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനെ, നിനക്കെന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീന് എടുക്കുക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ 1 ചതുരശ്രമ പണം കാണും. അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി എന്ത് ചെയ്യുക, കൊടുക്കുക എന്ന് പറയും. ഇപ്പോൾ അതിൻ്റെ വേറെ പ്രത്യേകം ഒന്നും പറയാൻ അതിൻ്റെ അകത്തില്ല. കാരണം ഇനി ഇങ്ങനെയുള്ള കണ്ടൻസ് വരുന്ന ഭാഗങ്ങളെ എടുത്ത് സംസാരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ അധികമായ കാര്യങ്ങളൊന്നുമില്ല, അതിൽ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്ലോക്കിൽ 10 ആകാൻ 10 മിനിറ്റുണ്ട്, 10:20 ആകുമ്പോഴേക്കും മുമ്പായിട്ട് നിർത്തും. ഇവിടെ ശ്രദ്ധിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ പറയുന്നതായ പത്രോസിനോട് കർത്താവ് പറയുന്ന കാര്യമുണ്ട്. പത്രോസിനോട് ഈ പണപ്പിരിവ് നടത്തുന്നവർ ചോദിക്കുന്ന കാര്യമുണ്ട്. നിങ്ങളുടെ ഗുരു ദിദ്രഹ്മ പണം കൊടുക്കുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ ഉണ്ടെന്നാണ് പത്രോസ് പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന ദിദ്രഹ്മ പണം എന്ന് പറയുമ്പോൾ ആ കാലത്തെ 1 രൂപയാണ്. ആ കാലത്ത് 1 രൂപ അത് ഗ്രീക്ക് നാണയമാണ്. ഈ ഗ്രീക്ക് നാണയമാണ് അത് ഖരമായി കൊടുക്കാനായിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് എന്ത് പറയുന്നു എന്ന് നോക്കുക. അതായത് പുറപ്പാട് പുസ്തകം എടുക്കുമ്പോൾ പുറപ്പാടിൻ്റെ 30-11 മുതൽ വായിച്ചിരിക്കുക. നിങ്ങൾക്ക് എല്ലാം ബൈബിളിലുള്ള കാര്യമാണല്ലോ. ഇത് എവിടെ കിടക്കണോ എങ്ങനെ കിടക്കണമെന്ന് മാത്രമേ നിങ്ങൾക്ക് അറിയാത്തുള്ളൂ. അത് മാത്രമേ ഞാൻ ഒന്ന് തിരുത്തി തരുന്നേ ഉള്ളൂ. കൂടുതൽ പ്രസംഗിച്ച് നിങ്ങൾ ഇനി ആരും വലുതാവാനുമുള്ള ആരും ചെറുതാവാനുമുള്ള ഒക്കെ ഇതിന് കിട്ടേണ്ടതൊക്കെ പാകത്തിന് ഇങ്ങനെ ലെവലിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കും. 11 മുതൽ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിക്കാൻ അവരിൽ ഓരോരുത്തൻ താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. ഇപ്പോൾ ദൈവത്തിന് എന്ത് ചെയ്യണം? വീണ്ടെടുപ്പ് വില ആ നാമത്തിൽ കൊടുക്കേണ്ടതായിട്ട് ഇവിടെ പറയുന്നു. എന്നിട്ട് പറയണത് എന്താണ്? അപ്പോൾ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ചേക്കൽ കൊടുക്കണം. അപ്പോൾ 1/2 ചേക്കൽ വെള്ളി 1/2 ചേക്കൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. ചേക്കൽ എന്നത് 20 ഗേര
ആ അരച്ചേക്കൽ എന്താണ്? യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. തുടർന്നുള്ള ഭാഗം വരുമ്പോൾ എണ്ണപ്പെട്ടവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതെയുള്ളവനെല്ലാം യഹോവയ്ക്ക്. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, അന്ന് 20 വയസ്സിന് മുകളിലുള്ളവർ മാത്രമേ ഈ തലവരിപ്പണം പിരിക്കാവൂ. ആ 20 വയസ്സിന് മുകളിലുള്ളവരെ എല്ലാം എണ്ണപ്പെടുകയും വേണമെന്ന് ഇവിടെ പ്രത്യേകമായിട്ട് പറയുകയാണ്. എന്നിട്ട് കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതെയുള്ളവനെല്ലാം യഹോവയ്ക്ക് ഈ വഴിപാട് കൊടുക്കണം. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അരച്ചേക്കൽ. അപ്പം ഈ നിയമം അരച്ചേക്കലാണ്. ഈ ധനവാൻ, ഞാൻ ഇത്തിരി പണമുള്ളവനാണല്ലോ എന്ന് വിചാരിച്ച് ആരോ ഈ അരച്ചേക്കലിന് പകരം ഒരു 50 ശേക്കൽ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകൃതമല്ല. അതങ്ങനെ ചെയ്യാൻ പാടില്ല. നിയമം അതാണ്. അരച്ചേക്കൽ തന്നെ കൊടുക്കാവുള്ളൂ. ഞാനിവിടെ 50 രൂപ ഇടുമ്പോൾ ഞാൻ തമ്മിച്ചാറ് 100-500 കൊണ്ടിടുമ്പോൾ ആ വ്യത്യാസം പോലെ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അരച്ചേക്കൽ എന്ന് പറയുന്ന അരച്ചേക്കൽ മാത്രമേ ധനവാൻ കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ ദരിദ്രനാകട്ടെ, ദരിദ്രൻ അരച്ചേക്കലോ ഞാൻ ഇല്ലാത്തവനാണല്ലോ എന്ന് വിചാരിച്ച് അരച്ചേക്കലിന് താഴെ ഒന്നും കൊടുക്കാമെന്ന് വിചാരിച്ച് നടക്കില്ല. അരച്ചേക്കൽ അതായത് ഈ ഇല്ലാത്തവനും കൊടുക്കണം. ആ നിയമത്തിന് മാറ്റമില്ല. പ്രിയമുള്ളവർ, ഒരു നിയമമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ നിയമം അത് നിലനിൽക്കുകയാണ്. ഇതിപ്പോൾ പഴയ നിയമത്തിലെ കാര്യം പറയുന്നത് ഈ പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ പറഞ്ഞ കാര്യത്തോടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇത് തിരുത്തി തരുന്നത്. ഇതൊരു ക്ലാസ് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കയറിക്കോട്ടെ, പ്രസംഗമാക്കേണ്ട ക്ലാസ് ആയിക്കോട്ടെ എന്ന് വിചാരില്ല. അപ്പോൾ ഇവിടെ നോക്കൂ, അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ അവിടെ പറയുന്നത് ഇതാണ്, വഴിപാടായിരിക്കണം. എണ്ണപ്പെടുന്ന ഒരു കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതിയുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അരച്ചേക്കൽ അധികം കൊടുക്കരുത്, ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും വരുത്. ഈ പ്രായശ്ചിത്ത ദ്രവ്യം നീ ഇസ്രായേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റുവട്ടക്കായി ഉപയോഗിക്കണം. അന്നത്തെ പള്ളിയിലെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നടക്കേണ്ടതിനായിട്ട് അത് ഉപയോഗിക്കണം എന്നും പറഞ്ഞിരിക്കുകയാണ്. പഴയ നിയമത്തിൽ ഈ അരച്ചേക്കൽ നമ്മളുടെ സംരക്ഷണത്തിനും നമ്മുടെ ആത്മാവിൻ്റെ സംരക്ഷണത്തിനും നമ്മളുടെ എല്ലാത്തിൻ്റെയും ഒരു സംരക്ഷണ നിയമമാണ്. നമ്മളെ സൂക്ഷിക്കുകയാണ്, ബാധ വരാതിരിക്കാൻ. അത് ഇത് പരസ്പരം അത് വായിച്ചു വരുമ്പോൾ അത് കടപ്പെട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവർ, ആ അരച്ചേക്കൽ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആ വീണ്ടെടുപ്പ് വിലയായിട്ടാണ് അത് കാണുന്നത്. അത് ഇവിടെ നോക്കൂ, അതിന് ഏജ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. 20 വയസ്സ് താഴെയല്ല, 20 വയസ്സും 20 വയസ്സിന് മുകളിലുള്ളവർ. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ പറയുന്നു, അവർ കവർണകൂവിൽ എത്തിയാറ്. ദിദ്രമപ്പണം വാങ്ങുന്നവർ പത്രോസിൻ്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു ദിദ്രമപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഊവ് എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനെ, നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പഴയ നിയമത്തിൽ പറയുമ്പോഴായാലും ഒരു കാര്യമുണ്ട്, രാജാക്കന്മാരുടെ പട്ടികയിൽ രാജാക്കന്മാർക്ക് അപ്പം കൊടുക്കേണ്ട, രാജാക്കന്മാർ നികുതി കൊടുക്കേണ്ട, അങ്ങനെ ഒരു നിയമ കാലഘട്ടം നിൽക്കുമ്പോൾ ഇവിടെ രാജാവിൻ്റെ ആ മകനായിരിക്കുന്ന രാജാവ് അത് ആ രാജാവിന് ഇത് കൊടുക്കണോ എന്നുള്ള അർത്ഥത്തിലാണ് കർത്താവ് ചോദിക്കുന്നത്. ഇവിടെ നോക്കൂ, അത് അവിടെ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ശിമോനെ, നിനക്കെന്ത് തോന്നുന്നു? ഭൂമിയിലെ അത് രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, പുത്രന്മാരോടോ അന്യരോടോ എന്നാണ്. ഇത് അന്യരോട് പിരിക്കേണ്ട കാര്യം, അന്യരോടൊന്ന് വാങ്ങുന്ന കാര്യം പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആരോട് വാങ്ങണം ഈ കരം പിരിവ് എന്നുള്ളതാണ്. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് പറയുന്ന വാക്ക് ഇതാണല്ലോ, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ, നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ്. എങ്കിലും എന്നിട്ട് പറയാണ്, എങ്കിലും ഒരു ഇടർച്ച ഇല്ലാതിരിപ്പാൻ എന്ത് ചെയ്യണം? അതങ്ങ് ചെയ്യുക എന്നാ പറയണേ. ഈ ഒരു ഇടർച്ച ഇല്ലാതിരിപ്പാൻ, തമ്മിൽ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതിരിപ്പാൻ, അത് അന്യരോട് എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട് പറയുന്ന കാര്യം ഇതാണ്, എന്നാൽ പുത്രന്മാർ
ഒഴിവുള്ളവരല്ലോ. അപ്പോൾ പുത്രന്മാരെ ഒഴിവുള്ളവരാണ് എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെല്ലുക. കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനെ എടുക്കുക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുരശ്രമപ്പണം കാണും. കൃത്യമായിട്ട് പറയുകയാണ്, അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുരശ്രമപ്പണം കാണും. അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പം നോക്കുക, പത്രോസ് ഇത് കൊടുക്കാൻ വെട്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ചൂണ്ടലിടാൻ പോയ കാര്യമൊന്നും അവിടെ പറഞ്ഞില്ല കേട്ടോ. അവിടെ കൊണ്ട് അവസാനിച്ചു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ നമ്മളെന്ത് ചിന്തിക്കണം? പത്രോസ് ഇപ്പോൾ ചൂണ്ടയിടാൻ പോയിട്ടുണ്ട്, അപ്പോഴല്ലെങ്കിൽ ഇച്ചിരി കഴിഞ്ഞിട്ടായാലും ചൂണ്ടിടാൻ പോയിട്ടുണ്ട്. ഒരു മത്സ്യത്തെ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ വായ തുറന്നിട്ടുണ്ട്. അത് തുറന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു നാണയം കിട്ടിയിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് ദുരിതമാപ്പണം കിട്ടിയിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് ഈ കരംകാർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അത് ബൈബിളിൽ എഴുതിയിട്ടില്ലെങ്കിലും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എന്നാ കാരണം എന്നറിയാമോ? ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ കരം പിരിവുകാർ വന്നിട്ട് പിന്നെയും ചോദിക്കുന്നത് ആ പൈസ അടച്ചില്ലല്ലോ, അത് കിട്ടിയില്ലല്ലോ തമ്പിച്ചാറെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവർ, അപ്പോൾ നമുക്ക് എല്ലാ ഭാവവും അങ്ങനെ അങ്ങോട്ട് ബൈബിളിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് തടിയപ്പാനും പറ്റൂല. വിശ്വസിച്ചേ മതിയാവും. ഇതാരാണ് പറഞ്ഞത്? അത് ദൈവത്തിൻ്റെ പുത്രനാണ് പറഞ്ഞത്. ആരോടാണ് പറഞ്ഞത്? തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. മാത്രമല്ല, ഏത് ശിഷ്യനോടാണ് പറഞ്ഞത്? അതിനും പ്രത്യേകത കിടക്കുന്നു. ഏതെങ്കിലും ഒരു വാക്കിന് പെട്ടെന്ന് ഉണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പത്രോസിനോടാണ് പറഞ്ഞത്. പത്രോസ് അത് വാടെടുക്കാൻ പറയുമ്പോഴേക്കും പറ്റുകഴിഞ്ഞ വ്യക്തിയാണല്ലോ. പത്രോസിനെ സംബന്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പ്രത്യേകതയുണ്ട്. പറയുമ്പോഴേക്കും എടുത്തു ചാടി ചെയ്യുന്ന അത് ആഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, അതിന് യാതൊരു സംശയമോ അന്ധവിശ്വാസമോ ഉണ്ടായിരുന്നില്ല. കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞ് ആഴത്തിലേക്ക് വലയിറക്കിയ പത്രോസാണെങ്കിൽ ഇവിടെ പറഞ്ഞത് കേട്ടിരിക്കുമെന്ന് വേണം കാണാൻ, വിശ്വസിക്കാൻ. എനിക്കങ്ങനെ വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ചിലപ്പോൾ ചിലർ പറയാം ബൈബിളിലില്ലോ എന്ന് പറഞ്ഞ് തടിയപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. ഇതിനൊരു പ്രത്യേകത എന്താ കിടക്കണേന്ന് അറിയാമോ? ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കും, ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കില്ല. അത് അതിൻ്റെ ഒരു രീതിയാണ്. എന്നാൽ നിങ്ങൾ ഏത് പ്രകാരം വിശ്വസിക്കുന്നുവോ, നിങ്ങൾ ഏതിൽ വിശ്വസിക്കുന്നുവോ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പോവുക. പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ വാക്കുകളെ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ യേശുവിനോട് എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിടുക. ഇട്ട് ആദ്യം കിട്ടുന്ന മീനെ എടുക്കുക. അതിൻ്റെ വായ തുറക്കുമ്പോൾ ഒരു ചതുരശ്രമപ്പണം കാണും. അത് എടുത്ത് എനിക്കും നിങ്ങൾക്കും കൊടുക്കുക, നിനക്കും കൊടുക്കുക. അവിടെ നിൽക്കുന്നവരോ പത്രോസിനെ മാത്രമായിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഇട്ട് കഴിയുമ്പോൾ ചൂണ്ടലിൻ്റെ അറ്റത്ത് ഒരു നന്മ കർത്താവ് കരുതിയിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇപ്പോഴും കർത്താവിൽ ശരിയായ രീതിയിൽ വിശ്വസിക്കാതെ ഇരിക്കണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയോ, ദൈവം ഒന്ന് കാണാതെ നിങ്ങളെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ദൈവം ഒന്നും അറിയാതെ നിങ്ങളിതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും മറ്റുള്ള എന്തെങ്കിലും വിശ്വാസത്തിലാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഗോളത്തിൻ്റെ പുറത്താണ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തായിരിക്കുന്നത്, വെറുതെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായി ഇരിക്കുന്നത് ദൈവവചനത്തിൻ്റെ ഉള്ളിലായി ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ 100% കർത്താവ് അറിയുകയാണ്. നിങ്ങളുടെ പ്രയാസം അറിയുക, നിങ്ങളുടെ ബുദ്ധിമുട്ട് അറിയുക, നിങ്ങളുടെ രോഗം അറിയുക, നിങ്ങളുടെ വീട്ടിലെ ഭവനത്തിലെ ആവശ്യം അറിയുക, നിങ്ങളുടെ കുടുംബത്തിലുള്ള സകല കാര്യവും അറിയുക. നിങ്ങൾ അത് അറിയാത്തതായ ഏതെങ്കിലും കാര്യം കർത്താവിനുണ്ടെന്ന് വിചാരിച്ചാൽ നമ്മളെല്ലാം കണ്ണുപൊട്ടന്മാരാണ്. യാതൊരു സംശയമില്ല. ഉണ്ടോ? ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് അത് അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായി ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് കണ്ടു എന്ന് പറയണം. എത്ര ലോകസ്ഥാപനത്തിന് മുമ്പേ ഇതെങ്കിലും അറിയുക. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളുടെ മനസ്സും നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ചിന്തിച്ച് കൂട്ടുമ്പോഴും ഒരു കാര്യം വ്യക്തമാണ്, എല്ലാം അറിയുന്ന കർത്താവ് നിങ്ങളുടെ അവസ്ഥ അറിയുന്നു, നിങ്ങളുടെ നടപ്പ് അറിയുന്നു, നിങ്ങളുടെ ഇരിപ്പ് അറിയുന്നു, നിങ്ങളുടെ ആലോചന അറിയുന്നു, നിങ്ങളുടെ ചിന്ത അറിയുന്നു, നിങ്ങളുടെ സകല വിചാരങ്ങളെയും അറിയുന്നു. അപ്പോൾ നടക്കേണ്ടതാണെന്ന് അത് നമ്മളുടെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ പോകുമ്പോഴും അത് ചിലപ്പോൾ താമസം ചിലപ്പോൾ അത് സംഭവിക്കാം, അത് നടക്കും.
അപ്പോൾ ദൈവം അത് കരുതും. ദൈവം സകലത്തിലും കരുതുന്നവനാണ്, കാക്കുന്നവനാണ്, പരിപാലിക്കുന്നവനാണ്. ഇവിടെ പത്രോസിന് കൂടി കരം കൊടുക്കാനുള്ള അവസരം ഒരു ചൂണ്ടയിടലിലൂടെ നടന്നു. ചിലപ്പോൾ ആ ഒരു മീനെ കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ട് നടക്കില്ല. അതുപോലെ 10 മീൻ പിടിച്ചാലും ചിലപ്പോൾ ആ കരവടത്തിൽ നടക്കില്ല. പ്രിയമുള്ളവരെ, അതിൻ്റെ ശേഷിക്കുന്ന ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കാം. റോമാലേഖനത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേകതയും കൂടി ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. റോമാലേഖനം അതിൻ്റെ 13-ാം അധ്യായത്തിൽ പ്രാരംഭ വാക്യം പറയുന്നത് എന്താണെന്ന് നോക്കാം. ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയെ മറുക്കുന്നു. ഇവിടെ ഒരു കാര്യം ഞാൻ ആലോചിക്കട്ടെ. അങ്ങേയറ്റം പോയ ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആയിരിക്കുന്ന ജനസേവകരുണ്ടല്ലോ, അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെയും ജനത്തെ സേവിക്കുവാനായിട്ടാണ് അത് കടന്നുകൂടിയിട്ടുള്ളത്. എങ്കിൽ പോലും അവിടെ ചെന്ന് കഴിയുമ്പോൾ, ഇതിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ തന്നെ നിർത്തിയിരിക്കുന്നത്, തന്നെ ആക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് മറന്നു പോകുന്നവരാണ് ഈ പഞ്ചായത്ത് മെമ്പർ മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ. ഞാൻ പച്ചയായിട്ട് പറയട്ടെ, അങ്ങനെ ആയിരിക്കുന്ന ഇതിൽ ഞാൻ ഒരു കാര്യം പറയാം. ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ആരാണെന്ന് ഇവർ മറന്നു പോവുകയാണ്. ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് കുറെ ജനത്തോട് എന്തെങ്കിലും സിമ്പതി പറ്റി നടന്നാൽ അങ്ങനെ ആയിരിക്കാം എന്നല്ല. അത് കാലങ്ങളായിട്ട് അബ്രഹാം മുതൽ 50 പേർക്ക് അധിപതി, അത് 100 പേർക്ക് അധിപതി എന്ന് പറഞ്ഞ് അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കാണുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞിട്ടുള്ള ഓരോ പ്രദേശത്തേക്ക് ഓരോ പ്രതിനിധിയെ അത് പ്രതിനിധീകരിച്ച് വന്നിട്ടുള്ളതാണ്. അത് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നിട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ നോക്കൂ, അങ്ങനെ വന്ന് ഇതുവരെ ഞാൻ പറഞ്ഞ അതിൻ്റെ ചുരുക്കം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നിട്ടുള്ളവരും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അധികാരം നടത്തുന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള സകലരും അത് നോക്കണം. എല്ലാ ജീവനക്കാരും നോക്കണം. ഒരു കാര്യം ഞാൻ ഓർക്കട്ടെ, അവർക്ക് ഒരു കാര്യം മനസ്സിലാകാതെ പോവുകയാണ്. അവർ എങ്ങനെയാണ് ആ സ്ഥാനത്തിരിക്കുന്നത്? എൻ്റെയും നിങ്ങളുടെയും നികുതിപ്പണം അത് പിരിച്ച് അവരുടെ ജീവിതം കഴിയാനുള്ള ശമ്പളം നിശ്ചയിച്ചിട്ടാണ് അവരിയ്ക്കുന്നത്. അങ്ങനെ നികുതിപ്പണം പിരിച്ചിരിക്കുന്ന അവർ എന്ത് മര്യാദയാണ് കാണിക്കുന്നത് എന്നുള്ളത് ഈ ഒരു മെമ്പർ മുതൽ മേൽ പ്രധാനമന്ത്രി വരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തരിലും യഥാർത്ഥമായിട്ടുള്ള അധികാരം നടത്തുന്നവരെ കാണാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ കാണാൻ കഴിയാത്തത് ഇവർ കയറിയിരിക്കുന്നത് ദൈവത്താലാണെന്നുള്ള വിശ്വാസം അവർക്കില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നോക്കൂ, ഇവിടെ പറയുകയാണ് അപ്പോസ്തലനായ പൗലോസ്, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. മെമ്പറാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ളവർക്ക്, അതിൻ്റെ മുകളിലുള്ളവരാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ളവർക്ക് അത് കീഴടങ്ങണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് നിയമപരമായിട്ട് ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ല. ഒരു രാജസ്ഥാനത്തിരിക്കണ്ടെങ്കിൽ അത് രാജാക്കന്മാരെ ആർക്കോ നേറ്റം ചെയ്ത ദൈവമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിക്കട്ടെ, അത് അങ്ങനെ ഇരിക്കണ്ടെങ്കിൽ ആ ദൈവത്താലാണ് ഇത് നിയമിതമായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്നിട്ട് ആ പറയുന്ന കാര്യം അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോടാണ് മറക്കുന്നത്. ഇവിടെ ആ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നവൻ ദൈവത്തെ മറക്കുകയാണ്, ദൈവത്തെ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അത് അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ നമുക്ക് എപ്പോഴും ചാനൽ വാർത്ത കുറെ കേൾക്കുന്നുണ്ടല്ലോ, അവരത് ചെയ്തു ഇവർ ചെയ്തു എന്നൊക്കെ. മറക്കുന്നവരോ ശിക്ഷാവധി പ്രാപിക്കും. അതിൻ്റെ അവസാനം വന്നിട്ട് പറയുന്നു, വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല എന്ന് എടുത്തു പറയുക വചനം. ഇതാര് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഈ ലേഖനം വഴി നമുക്ക് ഇത്രയും വലിയൊരു ഉപദേശം തന്നിരിക്കുന്ന, ഇത്രയും വലിയൊരു അഗാധമായ കാര്യം നമുക്ക് പൗലോസ് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവിടെ പറയുകയാണ്, അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു, മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്ക് അത്രേ ഭയങ്കരം. അപ്പോൾ സൽപ്രവർത്തി ചെയ്യാനല്ല അവരൊക്കെ കയറി കൂടുന്നതിൻ്റെ
ഉദ്ദേശം എന്താണെന്ന് ഇപ്പം ഞാനത് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദുഷ്പ്രവർത്തിക്ക് അത്രയും ഭയങ്കരം. ഇപ്പം കാട്ടിക്കുട്ടുന്ന വേതാളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ. അത് മനുഷ്യരും അത് കണ്ടുപിടിച്ചു തുടങ്ങി. മനുഷ്യരുടെ കണ്ണൊക്കെ ദൈവത്തിൻ്റെ വചനവുമായി സന്ധിച്ച് കൂട്ടി നോക്കുമ്പോൾ ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാകും. അത് ദുഷ്പ്രവർത്തിക്ക് അത്രയും ഭയങ്കരം. അവരെ എപ്പോഴും ദുഷ്പ്രവൃത്തിയാണ് ചെയ്യുന്നത്. നമ്മിലേക്ക് അത് ഈ പറയുന്ന കരം പിരിച്ചെടുത്ത് ഈ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ താഴെ തട്ടിലേക്ക് വരുമ്പോൾ അവരോട് ചെയ്യുന്നത് അത് ദുഷ്പ്രവൃത്തിയാണെന്നാണ് പറയുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളോട് എന്ത് പറയുന്നു എന്നുള്ള താഴെയുള്ള ഭാഗം കൂടി വായിച്ചു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടുള്ളൂ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക. വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവരെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാർ തന്നെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനഃസാക്ഷിയെയും വിചാരിച്ച കീഴടങ്ങി. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞേ, അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അവർ ദൈവശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. തുടർന്ന് പറയുന്ന 7-ാം വാക്യം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. എല്ലാവർക്കും കടമായിട്ടുള്ളത് കൊടുപ്പീൻ. നികുതി കൊടുക്കേണ്ടവന് നികുതി, അത് ചുങ്കം കൊടുക്കേണ്ടതിന് ചുങ്കം, ഭയം കാണിക്കേണ്ടടുത്ത് ഭയം, മാനം കാണിക്കേണ്ടടുത്ത് മാനം. ഇപ്പം ദുഷ്പ്രവർത്തിക്കാരായ ഒരു മുഖ്യമന്ത്രി ദുഷ്പ്രവർത്തിക്കാരനാണെന്നല്ല സ്ഥാപിക്കുകയല്ല, അല്ലെങ്കിൽ നമ്മളൊരു നേതാവിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ ജനങ്ങൾക്ക് ചെയ്യുന്നത് ദുഷ്പ്രവൃത്തിയാണെങ്കിലും നമ്മൾ അവർക്ക് കാണിക്കേണ്ട ഭയം കാണിക്കാം, മാനം കാണിക്കാം എന്നുള്ള ഒരു ഇതുണ്ട്. കരം കൊടുക്കാൻ അതിന് നമ്മുടെ കരം പിടിച്ചാൽ ഇവർ ഇങ്ങനെ ചെയ്യണേന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അവരെ എന്ത് ചെയ്താലും അത് അവരറിയാണ്ട് ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനൊക്കെ ചുറ്റും അവർ പിടിച്ചോട്ടെ, നമ്മളത് അറിയണ്ട. നമ്മൾ കൊടുക്കാനുള്ളത് കൊടുക്കുക. ഇതാണ് ബൈബിൾ പറയുന്നത്. ഇത് തന്നെയാണ് എന്ത് ഇടർച്ച വരാതിരിക്കാൻ കർത്താവ് ശിഷ്യന്മാരോടും പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ ഒരു കശപ്പിശക് ഇല്ലാതിരിക്കാൻ നീ പോയി ചൂണ്ടലിടുക. പത്രോസ് ചൂണ്ടലിട്ടിട്ട് ആദ്യം കിട്ടുന്ന മത്സ്യത്തെ കൊണ്ടുവന്ന് അതിൻ്റെ വായ തുറന്ന് ദരിദ്രമ പണം എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. അവസാനിച്ചു. ഇത്രയേ ഉള്ളൂ. കാര്യം വേറെ ഒന്നുമില്ല. സമയം കൂടുതലായോ എന്നറിയില്ല. ഈ പ്രസംഗമൊക്കെ നിയന്ത്രിച്ച് വരാൻ ഇച്ചിരി താമസം വരും. ചിലപ്പോൾ കൂടാൻ പറയാം. അങ്ങനെ ആകയാൽ പ്രിയമുള്ളവർ, നമ്മൾ ചെയ്യേണ്ട, ഇതിൽ പഠിക്കേണ്ട പാഠം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതിൻ്റെ അപ്പുറത്തേക്ക് അവരെന്ത് ചെയ്തു ഇവരെന്ത് ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ആയി നമ്മൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്തിനു പറ്റില്ല, നമുക്ക് വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. ആകയാൽ എല്ലാവരും ഈ വചനങ്ങളെ കൊണ്ട് തൽക്കാലം ആസ്വദിക്കുക. തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക്